ഹായ് ഹലോ നമസ്കാരം ഡിയേഴ്സ്. ഞാനിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടെസ്ല കോഡിനെ കുറിച്ചാണ്. 369 എന്നറിയപ്പെടുന്ന ടെസ്ല കോഡിനെ കുറിച്ച്. ടെസ്ല എന്ന് പറയുന്ന നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കോഡാണ്. അതായത് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് 369. നിങ്ങളെല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ തന്നെ മെത്തേഡാണ്. അദ്ദേഹം വലിയൊരു ഫിസിസിസ്റ്റും സയൻറ്റിസ്റ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് 369 അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളും കാര്യങ്ങളെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയപ്പെടുന്നില്ല. എങ്കിലും ടെസ്ല കോഡ് അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്താണ് ഈ 369 അറിയപ്പെടുന്നത്. വളരെയധികം ആളുകൾ വിശ്വസിക്കുകയും പ്രചാരത്തിൽ ഇന്നും നിലവിലിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഈ അഫോർമേഷൻ, ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് 369 ചെയ്തിട്ട് ഒരുപാട് ഫലം കിട്ടിയെന്നാണ് പറയുന്നത്. കാരണം ഈ അഫോർമേഷൻ എല്ലാവരും ചോദിക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് അഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് നല്ല വാക്കുകൾ പറയുകയോ എഴുതുകയോ ചെയ്യുന്നതിനെയാണ് അഫോർമേഷൻ എന്ന് പറയുന്നത്. നിരന്തരം, അതാണ് അഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം 369 എന്നറിയപ്പെടുന്ന ടെസ്ല കോഡ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്, ഞാനിതിന് ഒരു എക്സാമ്പിൾ പറയാം. മമ്മൂക്കയുടെ വണ്ടി നമ്പറൊക്കെ 369 എന്നാണെന്ന് കേട്ടിട്ടുണ്ട് ധാരാളം. നമ്മളത് വായിച്ചിട്ടുണ്ട്. ഒരേ വണ്ടി നമ്പർ 369. അതായത് ഏതൊരു നമ്പറിനായാലും ഒരു മാജിക്കൽ പവറുണ്ട്, ഒരു എനർജി ഉണ്ട്, അത് പുറപ്പെടുവിപ്പിക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. അതായത് 369, നിങ്ങൾ ആ വാക്ക്, ആ നമ്പറുകൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? നമ്മൾ ഈ 369 എന്നുള്ളത് അത് നമുക്ക് നിരന്തരം എഴുതാം, നിരന്തരം പറയാം. പക്ഷേ എഴുതുന്ന ഒരു മെത്തേഡ് തന്നെയാണ് 369. അതായത് ത്രീ ടൈമിൽ രാവിലെ ഏകദേശം നമ്മൾ എപ്പോഴാണോ ഉണരുന്നത് അതുമുതൽ ഒരു 11:30 വരെ, കാരണം 12 ആയി കഴിഞ്ഞാൽ ഉച്ച സമയമായി, 3 തവണ ഒരു കാര്യം എഴുതുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 12 മണി മുതൽ ഏകദേശം ഒരു 4 മണി വരെ, പിന്നീട് വൈകുന്നേരത്തിൻ്റെ ആ ഒരു സമയത്തിലേക്ക് എത്തും, 6 തവണ സെയിം കാര്യം. 3 തവണ എഴുതിയാൽ നമ്മൾ അതേ സെയിം കാര്യം തന്നെ 6 തവണ എഴുതുക. അത് കഴിഞ്ഞ് നൈറ്റ്, രാത്രി 12 മണിക്ക് മുൻപ് തന്നെ വേണം, കാരണം 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമായി. 369 നൈറ്റ് 9 തവണ ഇതേ സെയിം കാര്യം പോസിറ്റീവായിട്ട് അഫേം ചെയ്യുക, എഴുതുക. അത് ഗ്രീൻ ഇങ്ക് ആയാൽ ഏറ്റവും നല്ലത്. അത് ഗ്രീൻ ഇങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നീല മഷി വെച്ചും നമുക്കിത് എഴുതാം. അതായത് എനിക്ക് ഇപ്പം ഞാനൊരു യൂട്യൂബറാണല്ലോ, അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പം 20,000 രൂപ മാസം ലഭിക്കുന്നതിന് നന്ദി, ഇങ്ങനെ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്നല്ല നമ്മൾ എഴുതേണ്ടത്. എനിക്ക് യൂട്യൂബിൽ നിന്നും മാസം 20,000 രൂപ ലഭിക്കുന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് 1 തവണ എഴുതുക, 2 തവണ എഴുതുക, 3 തവണ എഴുതുക. അതിനുശേഷം വീണ്ടും അതേ പേപ്പറിൽ തന്നെ നമുക്ക് 6 തവണ സെയിം കാര്യം, എനിക്ക് യൂട്യൂബിൽ നിന്ന് 20,000 രൂപ കിട്ടുന്നതിന് നന്ദി പ്രപഞ്ചം, കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി, കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറയാം. 6 തവണ എഴുതുക. സെയിം കാര്യം റിപ്പീറ്റ് ചെയ്ത് രാത്രി 12 മണിക്ക് മുമ്പ് ഇതേ സെയിം കാര്യം 21 ദിവസം റിപ്പീറ്റ് ചെയ്ത് അത് 369 ഒരു ദിവസം 3 നേരം എഴുതുക, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്. ഇതാണ് 369 മെത്തേഡ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ, ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് എഴുതിയ കാര്യം നടന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് നടന്നവരുണ്ടാവും. എല്ലാ മാനിഫെസ്റ്റേഷൻസ് ടെക്നിക്കും എന്ന് പറയുന്നതും നമ്മൾ വിശ്വാസത്തിന്, അതായത് പൗലോ കൗലോ പറയുന്ന പോലെ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നമ്മളിലേക്ക് തന്നെ നമ്മുടെ കൈകളിൽ പ്രപഞ്ചം കൊണ്ടെത്തിത്തരും എന്ന് പറയുന്ന അതേ സെയിം കാര്യം തന്നെയാണ് 369ലും. ഇത് ഒരുപാട് ന്യൂമറോളജി പരമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് 369, 3യുടെ അറിയാമല്ലോ, 3യുടെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. 3ഉം 6ഉം 9ഉം ഒക്കെ. അതായത് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിൻ്റെ ഇപ്പം 3 ടൈമിൽ എഴുതിയാൽ നമുക്കത് പറയാം, എഴുതാം. അത് കഴിഞ്ഞ് 6 പ്രാവശ്യം അത് വിഷ്വലൈസ് ചെയ്താം, പിന്നീട് നമുക്കത് അഫേം ചെയ്തെഴുതാം. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. നല്ല അഫർമേഷൻസ് നമുക്ക് പറയാം. എൻ്റെ ജീവിതത്തിൽ സമൃദ്ധി വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇപ്പം ഞാനൊരു ജോലിക്ക് കയറി,
എനിക്ക് ജോലിയില്ല, ഞാൻ എഴുതുന്നത് ഇങ്ങനെ വേണം വിഷ്വലൈസ് അഫോം ചെയ്യാൻ. എനിക്ക് നല്ല ജോലി കിട്ടിയതിന് നന്ദി, ഞാൻ ആ ജോലിയിൽ ഇരിക്കുന്നതായിട്ടും ഞാൻ ആ ജോലി ചെയ്യുന്ന എൻ്റെ കൊളീഗ്സിനോട് സംസാരിക്കുന്നതായിട്ടും ആ ജോലിയിൽ എനിക്ക് ശമ്പളം കിട്ടിയപ്പം ആദ്യത്തെ ശമ്പളം വാങ്ങിച്ച് ഞാൻ ആ ലഡു അവിടെ വിതരണം ചെയ്യുന്നതായിട്ടും. ഇപ്പം നിങ്ങൾക്കൊരു വാഹനമാണെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ അത് വാങ്ങിച്ചു, അത് ഡ്രൈവ് ചെയ്യുന്നു, നമ്മുടെ കൂടെ നമ്മൾ ആ കാർ അടയ്ക്കുന്നു, നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാർ ആ കാറിൽ കയറിയിരിക്കുന്നു, അവർക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ കൊടുക്കുന്നു, ആ കാറിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും മണവും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാറ് വാങ്ങിക്കാൻ പോകുന്നതേ ഉള്ളൂ, വാങ്ങിച്ചിട്ടില്ല. നമ്മളത് വാങ്ങിച്ചതായിട്ടും നമ്മളതിൽ ഇരിക്കുന്നതായിട്ടും നമ്മളതിൽ സഞ്ചരിക്കുന്നതായിട്ടും ഇപ്പോൾ ഒരു ജോലി ആയാലും കാറായാലും നമുക്ക് ധനം സമൃദ്ധി നമ്മുടെ കൈകളിലേക്ക് വരുന്നതായാലും എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്, അത് ചിന്തിക്കുക മാത്രമല്ല നമ്മളത് വിഷ്വലൈസ് ചെയ്ത് അത് ഫീൽ ചെയ്ത് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഈ ടെസ്ല കോഡ് 369 എന്ന് പറയുന്നതിൻ്റെ ഒരു മാജിക്കൽ പവർ. ഏതൊരു കാര്യവും നമ്മൾ അഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നമുക്ക് കൊണ്ടുതരും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്ക്, ഇതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ്. ഞാൻ എഴുതിയ ഒരു ബുക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം മാത്രമല്ല എഴുതുന്നത്, ഞാൻ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ 369 എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. നന്നായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 369 മോർണിംഗിൽ ഇങ്ങനെ എഴുതുക, 3 ടൈമിൽ, പിന്നെ 6 ഇങ്ങനെ എഴുതുക, പിന്നെ 9 എഴുതുക. ഇത് ഇന്നലെ ഞാൻ എഴുതി വെച്ച കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഈ 3 എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ എനർജിയാണ്. 6 എന്ന് പറയുന്നത് ശുക്രൻ്റെ എനർജിയാണ്. 9 എന്ന് പറയുന്നത് വലിയൊരു സൂപ്പർ നാച്ചുറൽ പവറുള്ളൊരു നമ്പറാണ്. കാരണം നമ്മൾ ന്യൂമറോളജി എടുക്കുകയാണെങ്കിൽ 1 മുതൽ 9 വരെയാണ് ഒരു നമ്പർ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പം ഡേറ്റ് ഓഫ് ബർത്ത് 1, 10, 19, 28 ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 1 പേഴ്സണാലിറ്റി നമ്പർ വരുന്നത് 1 മുതൽ 9 വരെയാണ് ന്യൂമറോളജി പരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3ക്കും 6നും 9നും കൂട്ടിച്ചേരുമ്പം ഒരു വലിയ മാജിക്കൽ പവർ ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോകത്തെല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് ഫലം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് 369 കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ധാരാളം ആളുകൾ പല ഭാഷകളിലുള്ളവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു ടെസ്ല കോഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇത് പ്രചാരത്തിൽ കൊണ്ടുവന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എല്ലാവരും നിക്കോളാസ് ടെസ്ല എന്ന ആ വലിയ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ, ആ ഫിസിസിസ്റ്റിൻ്റെ പേരിൽ തന്നെയാണ് ഈ കോഡ് അറിയപ്പെടുന്നത് തന്നെ. എന്ന് വെച്ചാൽ ഇതിന് വളരെ വലിയ മാജിക്കൽ പവർ ഉണ്ട്. ഈ ടെസ്ല കോഡ് 369 എന്ന കാര്യം നമ്മൾ നിരന്തരം നമ്മൾ 12 എഴുതി 11 കാണുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ അതിനേക്കാളും ഓരോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനും അതിൻ്റേതായ പവർഫുൾ ശക്തിയുണ്ട്. പിന്നെ ഈ 369ൻ്റെ പ്രത്യേകത രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, രാത്രി 9 തവണ. ഇത് സെയിം കാര്യം പോസിറ്റീവായിട്ട് എഴുതുക, അഫോം ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യുക, അത് നന്നായിട്ട് ഫീൽ ചെയ്യുക. ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ട് വീണ്ടും കാണാം. ഞാൻ ദിവ്യ രാജുനിധി. എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.